ഇത്തവണ നമ്മൾ 3 ഡോൾസിനാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാ തവണയും നമ്മൾ ഒരു ഡോളിനല്ലേ ചെയ്യണേ. ഇത്തവണ നമ്മൾ 3 ഡോൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. അതും ട്രഡീഷണൽ ആയിട്ടുള്ള 3 സിസ്റ്റേഴ്സ് ഡോൾസിനെയാണ് ചെയ്യാൻ പോകുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ഓണം സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കാം. കാരണം നമ്മുടെ ഓണം ഡേയ്സ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സോ അതുകൊണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് സമയങ്ങളായത് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മേക്കിംഗ്. അപ്പോൾ എന്നും നമ്മൾ മിനിയേച്ചർ ഡോൾസും മിനിയേച്ചർ തിങ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൾ പോർസലിൻ ക്ലേ തന്നെയല്ലേ യൂസ് ചെയ്യാറ്. ഇത്തവണയും നമ്മൾ ആ പതിവ് തെറ്റിച്ചിട്ടില്ല. ഇത്തവണയും നമ്മൾ കോൾ പോർസലിൻ ക്ലേ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഹോം മെയ്ഡ് ക്ലേ ആണ്. ഞാൻ അതിൻ്റെ പേര് പറയുന്നതെന്ന് മാത്രം. സാധാരണ എല്ലാവരും ഹോം മെയ്ഡ് ക്ലേ എന്ന് തന്നെയാണ് പറയാറ്. ഞാൻ അതിൻ്റെ പേര് കോൾ പോർസലിൻ എന്ന് പറയുന്നു എന്ന് മാത്രം. ദിസ് പർട്ടിക്കുലർ ക്ലേ കോൾ പോർസലിൻ. ഇതിൻ്റെ മേക്കിംഗ് നമ്മളെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക്സ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻ കേസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ ഇതുപോലെ അപ്പർ ബോഡി സ്കൾപ്റ്റ് ചെയ്തിട്ട് കാലുകളും സ്കൾപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തവണ കാലുകളിൽ നമ്മൾ ഫിംഗേഴ്സ് ഒന്നും കട്ട് ചെയ്തൊന്നും കൊടുക്കണില്ല, അത്രയും ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിനുശേഷം നമ്മളൊരു കുട്ടി ഫേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തവണ ഫേസിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കൊടുക്കണില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഫേസ് ചെയ്യേണ്ടത്. ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ നമ്മൾ ഫിംഗേഴ്സ് വെച്ചിട്ടൊന്ന് കുഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരു ഷേപ്പ് പോലെ. പിന്നെ ഒരു കുട്ടി പീസ് ഓഫ് ക്ലേ വെച്ചിട്ട് മൂക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വായുടെ അവിടെ നമ്മളിതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇംപ്രഷൻ കൊടുക്കുകയാണ് വായുടെ. അത് ഇതുപോലെ എന്തെങ്കിലും നീഡിലോ ടൂളില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ കൊടുത്താൽ മതി. ബാക്കി ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ നമ്മൾ പെയിൻറ്റിങ്ങിലൂടെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പേടിക്കാണ്ട് ആർക്ക് വേണമെങ്കിലും ഈ ഫേസ് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്തരത്തിൽ 3 ബോഡി നമുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ 3 ഡോൾസ് ആണല്ലോ ചെയ്യണേ, 3 സിസ്റ്റേഴ്സ് ഡോൾസ് ആണ് ചെയ്യണേ. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഉണ്ടാക്കിയിട്ട് ഉണക്കാൻ വയ്ക്കുക. കൈകൾ നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം ഉണക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ കാലുകളോ അതുപോലെ തലയും ഇതുപോലെ കുഞ്ഞു കമ്പികൾ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തല നമ്മൾ ഒട്ടിച്ചൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ കമ്പി ഇല്ല എന്നുണ്ടെങ്കിൽ നേരിട്ട് ഒട്ടിച്ചു കൊടുത്താലും മതി, സ്ട്രോങ് ഏതെങ്കിലും ഗ്ലൂ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് നമ്മൾ ബാക്കി ഭാഗത്ത് കുറച്ച് ക്ലേ വെച്ചിട്ട് അതൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. കമ്പി ഉണ്ടാക്കി അവിടെ ഒരു വിടവുണ്ടാവുമല്ലോ, അതൊക്കെ മാറ്റിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡ്രസ് മേക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഇത്തവണ നമ്മൾ ഹാഫ് സാരിയാണ് ചെയ്യുന്നത്, ധാവണിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ഡോൾസിനും നമ്മൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ധാവണിയാണ് ചെയ്യണത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാവാടയുടെ ബ്ലൗസിൻ്റെയും കളറ് ബ്ലൂവും ഗ്രീനും അതുപോലെ യെല്ലോയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡോളിനെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ പാവാട ആദ്യം ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ റഫിൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ചുറ്റോറും ഇങ്ങനെ ഒട്ടിച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബ്ലെൻഡ് ചെയ്യാൻ സാധാരണ കൈകളാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇത് കുഞ്ഞു ഡോളായതുകൊണ്ടും ആ ഒരു ഏരിയ വളരെ കുറവായതുകൊണ്ടും നമ്മൾ കൈ കൊണ്ടൊക്കെ ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു റഫിൾസിൻ്റെ ആ ഒരു ഭംഗി പോവും. അതുകൊണ്ടാണ് ഞങ്ങൾ ടൂൾ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ചുകൂടെ വലിയ ഡോളാണെങ്കിൽ നമുക്ക് ഫിംഗേഴ്സ് തന്നെ മതിയാവും ആ ഒരു ജംഗ്ഷൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം അവസാനത്തെ ഒരു പീസ് വരുമല്ലോ, അത് ആദ്യത്തെ പീസുമായിട്ട് ഇതുപോലെ മുകളിലേക്ക് വെച്ചിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഫേസ് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്തില്ലേ, അവിടെ നമ്മൾ ഇതുപോലെ പശ ഒന്നും തേച്ചിട്ടില്ല. കാരണം നമുക്ക് ഫേസ് ഇടയ്ക്കിടയ്ക്ക് എടുക്കണമെങ്കിൽ ലാസ്റ്റ് ഫിക്സ് ചെയ്താൽ മതിയാവുമല്ലോ അതുകൊണ്ട്. ഇത്രയും 3 ഡോൾസിനും സ്കേർട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് ബ്ലൗസും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം കളറിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തവണ നമ്മൾ രണ്ടാമത്തെ ഡോൾ എടുത്തു. എന്നിട്ട് ഗ്രീനാണ് ആ ഡോളിൻ്റെ ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രീനിലാണ് ബ്ലൗസ് ചെയ്യണത്. അതും വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ ക്ലേ കുറച്ച് പരത്തിയിട്ട് നമ്മളിങ്ങനെ ബ്ലൗസിൻ്റെ ഷേപ്പിലേക്കൊന്ന് കൊണ്ടുവന്നാൽ മാത്രം മതിയാവും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പം ഈ സ്കേർട്ട് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ബ്ലൗസ് ചെയ്യണേ. അപ്പോൾ സ്കേർട്ട് ഒരുമാതിരി ഒന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ഷേപ്പൊന്നും പോവില്ല. ആ ഒരു പരുവായതിന് ശേഷം മാത്രമേ ഈ ഒരു ബ്ലൗസിൻ്റെ പോർഷൻ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ ആ സ്കേർട്ടിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു റഫിൾസിൻ്റെ ഷേപ്പ് എല്ലാം തന്നെ പോവും. അപ്പോൾ ഇത് ഇത്രയും ഭാഗം നമ്മൾ നന്നാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്കുള്ള ആ ഒരു ധാവണിയുടെ പോർഷൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ആയിട്ട് 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യെല്ലോ കുട്ടി ചെറിയ കുട്ടിയാണ്, അനിയത്തി കുട്ടിയാണ്. അപ്പോൾ അവളുടെ ഡ്രസ്സിന് നമ്മൾ യെല്ലോ ആണ് കൊടുത്തിരുന്നത്. അപ്പോൾ യെല്ലോയ്ക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാനിവിടെ പർപ്പിളാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ ഇതൊരു വയലറ്റ് ഷെയ്ഡ് ലാവെൻഡർ മാതിരിയൊക്കെ തോന്നുന്നുണ്ടാവും കുറച്ച്.
പക്ഷേ ഞാൻ ഈ കോൾ പോസ്റ്റിൽ ഉണ്ടാക്കുന്ന സമയത്തേ അക്രിലിക് പെയിൻറ്റ് വൈറ്റ് ഒന്നും ആഡ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഉണങ്ങി കഴിയുമ്പോൾ എൻ്റെ ക്ലേ വന്നിട്ട് നന്നായിട്ട് ഡീപ്പൻ ചെയ്യും. ഞാൻ ഏത് കളറാണോ ഉദ്ദേശിക്കുന്ന ആ കളറ് കുറച്ച് ഡീപ്പായിട്ടാണ് എനിക്ക് വേണ്ടതെങ്കിൽ ഞാൻ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് എടുക്കാറ്. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ ഡീപ്പായിട്ട് വരും കളറ്. അപ്പോൾ ഇതിനെക്കാട്ടിലും കളർ ഉണ്ടാവും കേട്ടോ ഉണങ്ങി കഴിയുമ്പോൾ. അപ്പം നമ്മൾ ധാവണി എങ്ങനെയാണ് ഉടുപ്പിക്കുക ആ രീതിയിൽ ഉടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ രീതിയിൽ നമ്മൾ ക്ലേ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി എന്താ ഉണ്ടാവുക, നമുക്ക് ഡ്രൈപ്പിങ്സിൻ്റെ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരണം. അപ്പോൾ പ്ലീറ്റ്സ് എങ്ങനെ വരും, ഡ്രൈപ്പിങ്സ് എങ്ങനെ വരും, ആ രീതിയിൽ നമ്മൾ ധാവണി ഇൻസേർട്ട് ചെയ്യുമ്പം എവിടെയൊക്കെ നമുക്ക് ചുളിവുകൾ വരും, ആ രീതിയിൽ ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അതാണ് ബാക്കി ഇംപ്രഷൻസും സ്കൾപ്റ്റിംഗ് ആയിട്ടാണ് കൊടുക്കുക. നമ്മൾ സാധാരണ തുണി വെച്ചിട്ട് ഒരു ഡോളിനെ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഉടുക്കണ മാതിരി ഉടുപ്പിച്ചാൽ മതിയാവും. പക്ഷേ ക്ലേയിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു എഫക്റ്റ് കൊണ്ടുവരേണ്ടത് ഇതുപോലെ സ്കൾപ്റ്റിംഗ് രൂപത്തിലാണ്. സോ അതുകൊണ്ട് ഇതുപോലെ എവിടെയൊക്കെയാണോ അതിൻ്റെ ഡ്രേപ്പിംഗ് വരിക, അതുപോലെ തന്നെ ചുളിവുകൾ എവിടെ വരും അതെല്ലാം നമ്മൾ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് ചെയ്യാം. ഇതുപോലെ മുന്താടിൻ്റെ ഭാഗം കൂടെ വെച്ച് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. അങ്ങനെ 3 കുട്ടികളെ നമ്മൾ സാരി ഉടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഈ 3 കോമ്പിനേഷനും ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവരെ ഉണക്കാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കൈകളും കൂടെ ചെയ്ത് കൊടുക്കാം. കൈകൾ സ്കൾപ്റ്റ് ചെയ്യാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേര് അതിന് വഴക്കും കൊണ്ട് വരണ്ട. എളുപ്പമാണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് എളുപ്പമാണെന്നാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കൈയിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഫിംഗേഴ്സ് കട്ട് ചെയ്യണം. ഇത്തവണ നമ്മൾ ഫിംഗേഴ്സ് കട്ട് ചെയ്യണില്ല, അതിന് പകരം ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കുഞ്ഞു കയ്യാണ്, നമ്മൾ കത്രി വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ 3 ഡോൾസിന് വേണ്ടിയിട്ടുള്ള കൈകളും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 കൈകൾ ഇതുപോലെ ബെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബെൻഡ് ചെയ്യണതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പല ഡോൾസിലും കാണിച്ചിട്ടുണ്ട്. ഡോൾസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അതിൻ്റെ കാര്യത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൊണ്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇതിൽ ഞാൻ ആ ബെൻഡ് ചെയ്യണ ഒരു പോർഷൻ കാണിച്ചിട്ടില്ല, ബാക്കിയെല്ലാം ഞാനിവിടെ കവർ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ഇനി ഇതുപോലെ സ്ലീവ്സ് വെച്ച് കൊടുക്കാം. കൈകൾ ഉണങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ സ്ലീവ്സ് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ നീലക്കുട്ടി എടുത്തിട്ടുണ്ട്. നീലക്കുട്ടിയുടെ ആ ഒരു കളറിൻ്റെ ഡീപ്പൻ ചെയ്തത് കണ്ടോ. ഇപ്പോൾ ഫ്രഷ് ക്ലേക്ക് കളർ കുറവാണ്, ഇത് ഉണങ്ങിക്കഴിയുമ്പോഴാണ് ആ ഒരു നല്ല ഡീപ്പായിട്ടുള്ള ബ്ലൂ വരുന്നത്. അപ്പോൾ ഇത്തവണ നമ്മളൊരു ഇച്ചിരി പഫി ആയിട്ടുള്ള സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര പഫി ആയിട്ടുള്ള അല്ല, മുകളിൽ മാത്രം കുഞ്ഞ് പഫ് വരില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് സ്ലീവാണ് വെച്ച് കൊടുക്കണേ. 3 പേർക്ക് ഇതുപോലെ സ്ലീവ്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കൈകളൊക്കെ അവർ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു കളറെല്ലാം ബാലൻസ്ഡ് ആയിട്ട് വന്നോളും. ഇനി നമുക്ക് ഓർണമെൻറ്റ്സിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി വള വെച്ച് കൊടുത്തിട്ടുണ്ട്, വള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ചേരുന്നവരുടെ ഡ്രസ്സിൻ്റെ കളറിന് ചേരുന്ന വള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ലേസ് ഉണ്ടാക്കുന്നത് കാണിക്കാം. ഞാനിവിടെ ട്രഡീഷണൽ മാങ്ങ നെക്ലേസിൻ്റെ ഒരു ഡിസൈൻ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസത്തിന് ഒരു ട്രഡീഷണൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് 3 പേർക്കും. എന്നിട്ട് അവരുടെ ഡ്രസ്സിൻ്റെ ഒരു കളറിനോട് ചേർന്നിട്ടുള്ള സ്റ്റോണാണ് നടുക്ക് വെച്ച് കൊടുക്കണേ. അപ്പോൾ അതൊരു ഭംഗിയായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി, അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഷേപ്പെല്ലാം ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലും ഇംപ്രഷനൊക്കെ കൊടുത്ത് വെക്കാം. അപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമ്മുടെ ബോഡിയും ഫേസൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ പെയിൻറ്റിംഗ് ആണ് ബാക്കിയുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യമേ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഫേസാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വരച്ചാണ് കൊടുക്കുന്നത്. ബാക്കി ഡീറ്റെയിലിംഗ് എല്ലാം തന്നെ ലിപ്സ് ആവട്ടെ കണ്ണാവട്ടെ ഒക്കെ. പിന്നെ മൂക്കിൽ ഒട്ടും തന്നെ വേറൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു പീസ് ഓഫ് ക്ലേ വെച്ചിട്ടല്ലേ ഉണ്ടാക്കിയേ. അപ്പോൾ അതിലും നമ്മൾക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും കുറച്ച് ബ്ലഷ് മാറി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വേണം അതൊന്ന് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഓരോ ഫേസും ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ ഒന്നും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വേർഷനൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. നമ്മൾ ഒരുപാട് ഡോൾസിൻ്റെ ഫേസ് വരയ്ക്കുന്നതും ഡീറ്റെയിലിംഗ് കൊടുക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട്, വലിയ ഡോൾസിൻ്റെയും കുഞ്ഞു ഡോൾസിൻ്റെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരം എൻ്റെ വീഡിയോസ് കാണുന്നവരാണ് കുറച്ചെങ്കിലും എൻ്റെ വീഡിയോസ് കാണുന്നത്. സോ അതുകൊണ്ട് അവരോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് തന്നെ ഇത് ബോറടിക്കുന്നുണ്ടാവും ഓരോ പ്രാവശ്യവും കാണുമ്പോൾ. ഇനി നമുക്ക് പുറകിൽ ഹെയർ ആണല്ലോ വെച്ച് കൊടുക്കാനുള്ളത്. അപ്പം ഞാൻ ഹെയറിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഒരു ഹെഡിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ക്ലേ വെച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് ബാക്കി താഴോട്ടുള്ള ഹെയർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അഴിച്ചിട്ട ഹെയർ ആണ് ചെയ്യുന്നത്.
അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള അറ്റയർ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അഴിച്ചിട്ട ഹെയർ സ്റ്റൈലാവും കുറച്ചുകൂടെ, ലൂസ് ഹെയർ സ്റ്റൈലായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നെനിക്ക് തോന്നിയതുകൊണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഹെയറിൽ വരുന്ന ഡീറ്റെയിലിംഗ് എല്ലാം കൊടുക്കുക. ഞാൻ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടുത്തെ ചെയ്യുന്നില്ല. ഇതിൽ തന്നെ കൂട്ടത്തിൽ വലിയ 2 ഡോൾസിന് നമ്മൾ ലോങ് ഹെയറും നമ്മുടെ ചെറിയ കുട്ടിക്ക് മിഡിൽ ഹെയറുമാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് ഹെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, മിഡ് ലെങ്ത്തിലുള്ള ഹെയറാണ് കൊടുത്തിട്ടുള്ളത്. മറ്റവർക്ക് 2 പേർക്കും ലോങ് ഹെയർ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഡിസൈനും സെയിം ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് മുമ്പ് കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ മിനിയേച്ചേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് കീ ചെയിനായിട്ട് ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചിട്ട്. ഡെഫിനറ്റ്ലി യു ക്യാൻ മേക്ക് ദം ആസ് കീ ചെയിൻസ്. പക്ഷേ ഈ കീ ചെയിനായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൊളുത്ത് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കീ ചെയിൻ, ഞാനങ്ങനെ കീ ചെയിൻ എന്നുള്ള ലേബലിൽ ചെയ്യാറില്ല ഡോൾസ്. പക്ഷേ 1-2 ഡോൾസ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ കീ ചെയിൻ ഡോള് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കീ ചെയിൻ ആക്കണം, ഇതിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഡോള് കീ ചെയിൻ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഹെഡിൻ്റെ പോർഷനിൽ നമ്മൾ പുറകിൽ ബ്ലാക്ക് കളർ ക്ലേ കുറച്ച് ആഡ് ചെയ്തില്ലായിരുന്നോ, ആ സമയത്ത് തന്നെ നിങ്ങൾ ഐപ്പിനോ നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് വെച്ചാൽ മതി. നിങ്ങൾക്കിത് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഹെയർ കുറച്ചൊന്ന് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ജുംക്കാസും കൂടെ വെച്ച് കൊടുക്കാം. ട്രഡീഷണൽ അറ്റയർ ആണല്ലോ, അപ്പോൾ ജുംക്കിയാണ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുണ്ടാവുക. സോ അതും കൂടെ വെച്ച് കൊടുത്തിട്ട് ഉണക്കാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് മുല്ലപ്പൂവും കൂടെ വെച്ചെടുത്തേക്കാം അല്ലേ. അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ ക്ലേ എടുത്തതിന് ശേഷം മുല്ലപ്പൂ പോലെ തോന്നിക്കണ കുറച്ച് ഇംപ്രഷൻസ് എല്ലാം കൊടുത്തിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് മുല്ലപ്പൂവും കൂടെ വെച്ച് കൊടുക്കാം. ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞപ്പം എൻ്റെ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മുടെ ഈ ഒരു ലെഹങ്കയെ കുറച്ചും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഹാഫ് സാരി ശരിക്കും ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള പട്ട് ഹാഫ് സാരി ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ഗോൾഡ് പെയിൻറ് എടുത്തിട്ട് അത് നമ്മുടെ ഹാഫ് സാരിയുടെ ആ ഒരു പാവാടയുടെ കളർ എന്താണോ അതുമായിട്ട് കുറച്ച് മിക്സ് ചെയ്തിട്ട് പാവാട മൊത്തം ഒന്ന് ജസ്റ്റ് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താണോ ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ധാവണിയുടെ കളറില്ലേ, ആ സാരി മാതിരി ഉടുക്കണ ആ ഒരു പീസിൻ്റെ കളർ എന്താണോ അതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ബോർഡറും കൊടുത്തിട്ടുണ്ട് പാവാടയ്ക്ക്. അങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു നല്ല ഭംഗിയായിട്ട് നമുക്കിതുപോലെ ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. എനിക്കിത് പർട്ടിക്കുലർലി ഇഷ്ടപ്പെട്ടു. ഈ ഒരു ക്രിയേഷൻ വളരെ സിമ്പിളും വളരെ പെട്ടെന്ന് ചെയ്തതായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോൾസിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ എൻ്റെ ഈ 3 ഡോൾസിനും സിസ്റ്റേഴ്സ് ഡോൾസിനും പേരിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങളോട് ഞാൻ പേരിൻ്റെ സജഷൻ ഒന്നും ചോദിച്ചാൽ നിങ്ങൾ പറയാറില്ലല്ലോ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുമില്ല. സോ അതുകൊണ്ട് ഇത്തവണ ഞാൻ തന്നെ പേരിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ 3 ഡോൾസിനും പേരിട്ടിട്ടുണ്ട്. പേരെന്താണെന്നല്ലേ, പ്രിയ, പൂജ ആൻഡ് പല്ലവി. അപ്പം ഈ 3 സിസ്റ്റേഴ്സിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers.